ഉത്സവകാലത്ത് സാമൂഹ്യ പെൻഷനായി 62 ലക്ഷം കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് 4800 രൂപ വീതമാണ്. പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. കാണാമിനി പത്തനംതിട്ടയിലെ പെൻഷൻ വിതരണവും ഉപഭോക്താക്കളുടെ പ്രതികരണം. ഞാനിപ്പം ബാങ്കിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുവാ കയ്യിലോട്ട് കേട്ടോ സന്തോഷത്തോടെ അമ്മയുടെ പെൻഷൻ കേട്ടോ സന്തോഷമായോ? ഉത്സവകാലത്ത് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ കയ്യിലേക്ക് 4800 രൂപ എത്തും. 1600 രൂപയാണ് ആദ്യ ഗഡുവായി ലഭിച്ചത്. പെൻഷൻ ലഭിച്ചതോടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ സാധിക്കുമെന്ന് മണിക്കുട്ടൻ പറയുന്നു. അമ്മയ്ക്ക് മരുന്നും ഇതുമൊക്കെ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പണി ചെയ്ത് കൊണ്ടുവരുന്നതിനെക്കാട്ടി ഒക്കെ ഈ പൈസ കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു നല്ലൊരു സഹായമാണ് ആ മാസത്തിൽ. അപ്പം ഇത് കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. ഇത് പെൻഷനാണ്, ഈ മാസത്തെ പെൻഷൻ. നമ്മൾ പെൻഷൻ പൈസ കൊണ്ട് പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ അവർ ആ പൈസ സ്വീകരിക്കുന്നത്. അവർക്ക് ഒത്തിരി സന്തോഷമാണ്. ഈ പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്നതിനും മെഡിസിൻ വാങ്ങിക്കുന്നതിനും ഒക്കെ അവർക്ക് ഇത് പൈസയ്ക്ക് കാത്തിരിക്കുന്നവരാണ്. 62 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷനിലൂടെ സംസ്ഥാന സർക്കാരിന്റെ സഹായഹസ്തം എത്തുന്നത്. എന്നാൽ ഈ സഹായം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. അതിനെയെല്ലാം അതിജീവിച്ചാണ് ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന് പിണറായി സർക്കാർ വീണ്ടും തെളിയിച്ചത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.